ഹലോ ഫ്രണ്ട്സ്, അടുത്തൊരു മുമ്പിൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് സ്കൂൾ വിട്ട് വരുവാണ്. അപ്പോഴത്തേക്ക് ഗംഗാധരനെ ശിവനെ കാണും. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ കാര്യഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പവിത്രത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയും ആയിട്ട് ഒരുമിച്ച് ഈ കുടുംബത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ പോയാൽ മാത്രമേ മുമ്പോട്ട് നല്ല രീതിയിൽ നിങ്ങൾ കുടുംബജീവിതം ആകത്തുള്ളൂ. ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ശരിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അവർ പോയി കഴിയുമ്പോഴത്തേക്ക് കൃഷ്ണമോൾ പവിത്രയോട് ചോദിക്കും, എന്തായി ചേച്ചിയും അമ്മയും കണ്ടോ? കണ്ടു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്ന് പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് വല്ലതും കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ചായ കൊണ്ട് കൊടുത്തു. ചായ കൊണ്ട് കൊടുത്തപ്പോൾ ചായ ഒന്നും മേടിച്ചില്ല. അവർ അമ്മ ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്ത് വഴക്ക് പറയുകയൊക്കെ ചെയ്ത് ഈ അമ്മയെ കൂടെ തോറ്റു. അമ്മ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അമ്മയ്ക്ക് പിന്നെയും വാശിയും വൈരാഗ്യം മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന് പറയുന്നത്. എന്നാ ചെയ്യാനാന്ന് പറയുന്നത്. പിന്നെ നേരെ കൃഷ്ണമോള നമ്മുടെ വൈജിയുടെ മുറിയിലേക്ക് കയറി പോകണം. കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കഥ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് വൈജി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്നാണ്ടമ്മ വിശേഷം? നല്ല വിശേഷം. എപ്പോൾ വന്ന് കുറേ നാളായെന്ന് ചോദിച്ചാൽ ഞാൻ വന്നിട്ട് കുറേ നാളായി. എന്താ നിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ എക്സാമിന് പോയേക്കായിരുന്നു. എക്സാം കഴിഞ്ഞ് വന്നു ഇങ്ങനെ നിൽക്കുന്ന മറ്റുള്ളവരെയൊക്കെ കണ്ടോന്ന് ചോദിച്ചു. രോഹിയേട്ടനെ കാണത്തില്ല എന്ന് ചോദിച്ചു. രോഹി ഇവിടെ തന്നെ ഉണ്ടല്ലോ, കാണാമല്ലോ എന്ന് പറയും. അമ്മ എന്താ പറയുന്നത്? ഇപ്പോൾ വന്നിട്ടൊന്നും കാണത്തില്ല. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കാണേണ്ടത് അമ്മ രോഹിയേട്ടനല്ലേ കാണാൻ. അത്ര രീതിയിൽ വന്ന് നിൽക്കുന്ന ഒരാളല്ലേ രോഹിയേട്ടനെ കണ്ട്. എനിക്കിപ്പോൾ വയ്യാത്തതുകൊണ്ടല്ലേ ഞാനതുകൊണ്ട് കയറി കാണും എന്നൊക്കെ പറഞ്ഞു. ശരി, അച്ഛനെ കണ്ടു. അച്ഛൻ എന്തിനാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ശരി ശരി. അപ്പം ഞാൻ ചോദിക്കട്ടെ അമ്മ, നമുക്ക് നമ്മുടെ രോഹിയേട്ടനെ കാണാൻ പോകുന്ന പറയും. ശരി, എന്നാൽ പിന്നെ എനിക്ക് ഞാനും വരാം. അല്ല അമ്മയ്ക്ക് നടക്കത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നടക്കാമെന്ന് പറഞ്ഞ് നടന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നടന്നു പോകുന്ന പറയുമ്പോഴത്തേക്ക് എന്നെ ഒരാൾ പിടിക്കണം അപ്പോഴേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ്. ഓഹോ, അത് അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, ശരിയാന്ന് പറഞ്ഞ് അതിനെ സ്റ്റെയർ കേസ് കയറാൻ വേണ്ടി പിടിച്ച് കൊടുക്കുവാണ്. അത് പിടിച്ച് കയറി മേലെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് പോകാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രനെ ഇറങ്ങി വരികയാണ്. ബാലചന്ദ്രനെ കണ്ടപ്പോഴത്തേക്ക് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ബാലചന്ദ്രനും അത് വായിച്ച് നമ്മൾ കണ്ടറിഞ്ഞാൽ തന്നെ ഞെട്ടുവാണ്. അതായത് ഒരുപാട് നാൾ കൂടി ഈ പ്രശ്നങ്ങൾക്കിടയ്ക്ക് ആക്സിഡൻറ്റ് ശേഷം കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു, കൃഷ്ണമോളെ എന്താ നിൻ്റെ എക്സാമൊക്കെ എന്തായെന്ന് പറയാം. കണക്കായിരുന്നു. അപ്പോൾ പൊട്ടുവോ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലച്ച കണക്കായിരുന്നു എക്സാം എന്ന് പറയുന്നു. ഓ ശരി 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 എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഉടനെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ അച്ഛനോട് മിണ്ടാത്തത്? ഞാനെന്തിനാ മിണ്ടുന്നത്? മാത്രമല്ല അച്ഛനെ അങ്ങോട്ട് പേടിയാണെന്ന് ചോദിച്ചു. വൈജ കൈതക്കൽ തറവാട്ടിലെ വൈജ പേടിക്കണം എന്നുണ്ടെങ്കിൽ അത് വേറെ തന്തയ്ക്ക് ഉണ്ടാകണം. ഞാനൊന്നും ബാലേന്ദ്രനെ പേടിക്കേണ്ട കാര്യമില്ല, എനിക്കെന്നെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോകണം. അപ്പം കൃഷ്ണമോൾ പറയാം, ഇതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്നുള്ള രീതിയിൽ അകത്ത് കയറിപ്പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും രോഹിയെ കാണുമ്പോൾ മോനെ എന്നാണ്ട് വിശേഷം, എന്നാണ്ടാ നിനക്ക് എന്നാ പനി, നീ ജയിലിൽ പോയിട്ട് ജയിലിലുള്ള പനിയാണോ ഇത് എന്നൊക്കെ ചോദിക്കും. അവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, അവിടുത്തെ താമസം എങ്ങനെ ഉണ്ടായിരുന്നു, അവർ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പം പറയും, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ, നീ ഒരു കൊലപാതകം ചെയ്തിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നീ ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും വൃത്തികെട്ട പരിപാടി. എന്നെ എത്ര പേര് ചോദിച്ചെന്ന് പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്ക് നേഴ്സുമാരൊക്കെ എന്നെ കണ്ടുകൊണ്ട് ഭയങ്കര ചിരിയും കളിയും കാര്യങ്ങളൊക്കെ. അവൾമാരുടെ വിചാരം ഞാനൊന്നും അറിയത്തില്ലെന്ന്. അവൾമാരെന്നെ കളിയാക്കി ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊന്നും വിട്ടുകൊടുത്തില്ല, ഞാൻ മൈൻഡ് ചെയ്തില്ല. നിനക്ക് അങ്ങനെയെങ്കിലും ചെയ്തില്ല, കൊലപാതകം ചെയ്തില്ല, ഈ പ്രശ്നത്തിലൊക്കെ ആണെന്ന് അതിനെ പോയി ചാടുന്ന നാണക്കേടായിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോൾ കൃഷ്ണമണി ചോദിക്കും, അമ്മേ ചേട്ടനാണെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ട്, അറിയാത്തൊരു പ്രശ്നത്തിൽ ഏർപ്പെട്ട്, ചേട്ടൻ ഇന്നൊരു പ്രശ്നത്തിന് ഏർപ്പെട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ അമ്മ എന്തിന് ഇത്ര കുറ്റപ്പെടുത്തുന്നത്? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, അമ്മ വേറെ കാര്യങ്ങൾ നോക്കുക. അമ്മ കാരണം ഇങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ സംസാരിച്ച എന്നെ കുഴപ്പം ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ രോഹിയേട്ടനെ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് അമ്മ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം ഞാൻ എന്നാ പറയേണ്ടത് ചോദിക്കുമ്പോൾ അമ്മ എങ്ങനെയല്ല സംസാരിക്കേണ്ടത്, അമ്മയ്ക്ക് അറിയത്തില്ല, ഞാനാണ് പറഞ്ഞു തരേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം. അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ കൈതക്കൽ തറവാടാണ്. കൈതക്കൽ തറവാടിൽ ശിവൻ്റെയും ഗംഗാധരൻ്റെയും വരവ് കാത്ത് അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ആരെന്നറിയാലോ, നമ്മുടെ കമലയാണ്. കമല നിൽക്കുക. ആ കമലയോട് വന്ന് കയറി തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, എന്താക്കാൻ ഞങ്ങൾ വൈദ്യനെ കൂട്ടിക്കൊണ്ട് നമ്മൾ കടപ്പാട്ടൂർ പോയി അവിടെ കയറ്റി പറയുമ്പോഴത്തേക്ക് വൈദ്യ സമ്മതിച്ചോ? വൈദ്യ സമ്മതിക്കാതിരിക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കത്തില്ലായിരിക്കും, പക്ഷേ തക്ക സമയത്ത് വൈജയുടെ സ്വഭാവം മാറുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഗംഗാധരേട്ടനോട് വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഒന്നും പേടിക്കാത്ത രീതിയിൽ തന്നെ
ഒന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ വൈജു കൂടെ വരേണ്ടി വന്ന് അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോയി വിട്ടതാണ് ചെയ്യുന്നത്. നിർബന്ധിച്ച് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു എനിക്ക് ആണ് എന്നാ ചെയ്യാനാ. മാത്രമല്ല ഞാനൊരു അടിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പേടിയും കൂടെ ഉണ്ട് അവൾക്കെന്ന് പറയുമ്പോഴത്തേക്ക്. ശരി ബാലചന്ദ്രനോട് സംസാരിച്ചു അവൾ. ബാലചന്ദ്രൻ എന്നാ പറഞ്ഞു? ബാലചന്ദ്രൻ എന്നാ പറയാം, ഞങ്ങൾ കണ്ട് സംസാരിച്ച്. പക്ഷേ ബാലചന്ദ്രൻ അവളോട് കണ്ട് സംസാരിച്ചില്ലെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. മാത്രമല്ല 10-23 വർഷം മേലെ അവർ കണ്ട് സംസാരിച്ചല്ലേ. ഇപ്പം ഇനി കുറച്ചാളെ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത് നമ്മുടെ അലീനയായിട്ട് വായിച്ച് സംസാരിച്ചോ? അലീനയായിട്ട് വായിച്ച് സംസാരിച്ച് എന്താ അടിവെല്ലാം ഉണ്ടായി തുടങ്ങിയോ, പരിപാടി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം മനു മേലെ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇതറിഞ്ഞാൽ മാത്രം മതി, അമ്മയ്ക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല, അമ്മ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു, നമുക്ക് അതറിയാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ പോടായിരുന്നേറ്റ്, നിനക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം പറയുക അമ്മയ്ക്ക് അമ്മയുടെ മകനെക്കുറിച്ച് ചിന്തയുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അല്ലെങ്കിൽ എൻ്റെ മകനെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ട്, നിങ്ങൾക്കല്ല ചിന്തയില്ലാതെ. ഇപ്പം തന്നെ പെങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് പെങ്ങൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാശ് ഇറക്കാനും അവളെ കൊണ്ട് വീട്ടിലാക്കാനും ഹോസ്പിറ്റലിൽ ചികിത്സ നടത്താനും എല്ലാം നിങ്ങൾക്ക് കാശുണ്ട്. പക്ഷേ എൻ്റെ മോനെ പുറത്ത് ഇറക്കാനൊന്നും പറ്റത്തില്ല. ഉടനെ പറയാം, നിൻ്റെ മോൻ അതുപോലുള്ള പ്രവൃത്തിയിൽ ചെയ്തു വെച്ചേക്കുന്നത്, പിന്നെ എങ്ങനെ ഇറങ്ങിക്കൊണ്ട് വരാനാ? അല്ലെങ്കിലും അവളവിടെ ഉണ്ടല്ലോ, അലീന കൂടത്രാണ മന്ത്രാണ മയക്കുമരുന്നൊക്കെയാണ് കൊടുത്ത് രോഹിത്തിൻ്റെ മയക്കെടുത്ത് വെച്ചേക്കുക. അപ്പോൾ അവൾക്ക് അവിടെ സ്ഥാനം പിടിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ആവാമെന്ന് പറയുമ്പോഴത്തേക്ക് മനു പറയും, അമ്മ ഇതിലേതിലും ഒന്ന് ഉറപ്പിക്കും, മന്ത്രമാണോ മയക്കുമടിയാണോ അല്ല കൂടോത്രമാണോ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഉറപ്പിക്കുക എന്ന് പറയാണ്. നിനക്കൊക്കെ കളിയും ചിരി മാത്രമുള്ള നമ്മുടെ വേദനയൊക്കെ ആരറിയാൻ വേണ്ടിയാ, നീയൊക്കെ ഇങ്ങനെ തന്നെ സംസാരിച്ചോ എന്ന് പറയുകയാണ്. ഉടനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ചെറിയ പണിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് രാത്രി. അപ്പോൾ അലീനയുടെ ഫോൺ റിങ് ചെയ്യുമ്പോഴത്തേക്ക് അലീന പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇതാരാ രേവതി കുട്ടിയെ ചോദിച്ചു. എന്നാണ്ട് ചോദിച്ചു വിശേഷം, എന്നാണ്ട് നിങ്ങൾക്കിപ്പോൾ കുറേ VIP ഗസ്റ്റൊക്കെ ആയല്ലോ. VIP ഗസ്റ്റ് അത് വന്നുകൊണ്ട് ഇപ്പോൾ എന്നാ അമ്മ വന്നിട്ടുണ്ട്, ഞാൻ വലുതായിട്ട് സംസാരിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ പോയി, പക്ഷേ അമ്മ നമ്മുടെ അടുത്തൊന്നുമില്ല. പിന്നെ എന്നാ പറയാനാ, നമ്മൾ അടുക്കുന്നവരും കൂടുതൽ അന്ന് പോയിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള കാരണം കൃഷ്ണമോളിനെ അടുക്കുന്നത്, കൃഷ്ണമോൾക്ക് എക്സാമൊക്കെയാണ്. അച്ഛൻ പിന്നെ പുറത്ത് പോയിട്ട് വന്ന് കാര്യങ്ങളൊക്കെ തന്നെ, അമ്മ ഇവിടെ ഉണ്ട്. പിന്നെ രോഹിത്തിൻ്റെ അടുക്ക് നിങ്ങളുടെ പിന്നാലെ ആങ്ങളെ എന്നാ തെറ്റുകാരൻ എന്നെ എടുക്കുന്നൊക്കെ ചോദിക്കുമ്പോഴത്തെ രേവതിക്കുട്ടി നീ അങ്ങനെയൊക്കെ സംസാരിക്കരുത്, അവനാണ് ഒന്നത് മനസ്സ് നൊന്നിരിക്കുക. കാരണം അവൻ ഇവിടുന്ന് മാനസിക നില തെറ്റിയിട്ട് പുറത്ത് പോയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവൻ വന്ന് പനിയൊക്കെ പിടിച്ച് കിടക്കുക. അവൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ അവനെ നമ്മളല്ലാതെ വേറെ ആരെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ പുന്നാരാങ്ങളെ ആയില്ലേ, കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അല്ല അവൻ തെറ്റുകാരനല്ലെന്ന് ശരണ്യ ക്ലിയറായിട്ട് അറിയാമല്ലോ. അതുകൊണ്ടല്ലേ അവനൊരു ജാമ്യം കിട്ടിയത്. അതുകൊണ്ട് അവനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ശരി എന്തെങ്കിലും ആയിക്കോട്ടെ ചേച്ചി, ഞാൻ ചുമ്മാ വിളിച്ചു നടത്തുള്ളൂ, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചു നടത്തുള്ളൂ, സന്തോഷം എന്ന് ശരി ആയിക്കോട്ടെ ഒന്ന് അലീനയും പറയാണ്. മോളെ എന്താണെങ്കിലും നീ വിളിച്ചൊരു സന്തോഷം. അപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് രണ്ടുപേരും ഗുഡ് നൈറ്റ്. പിന്നെ അലീന എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ പോകുന്ന സീനോടെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാൻ വരാനുള്ള വിശേഷങ്ങളെല്ലാം. അതിനാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.